പവിത്രം സീരിയലിന്റെ 13ാമത്തെ എപ്പിസോഡാണ്. വിക്രമിനെയാണ് കാണിക്കുന്നത്. വിക്രം സബ് ജയിലിൽ പണിയെടുത്തോണ്ട് നിൽക്കുമ്പോ പോലീസ് വന്നിട്ട് പറയും, എടാ വിക്രം, ഞാൻ നിനക്ക് പരോളിന് ശ്രമിക്കുന്നുണ്ട്. വിക്രമിന് ഒരു പുച്ഛഭാവം കേട്ടോ, അതായത് അതിന് താല്പര്യമില്ലാത്തൊരു മട്ടെ. നിന്റെ ഈ താല്പര്യമില്ലായ്മ ആദ്യം കളയടാ. അതല്ല സാർ, സങ്കടമാണ്. അമ്മയുടെ അവസാന കാലത്ത് എന്തോ വരാനിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ അപ്പൊ ആൻഡ്രൂ സാർ പറയും, അതെന്നെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ വിക്രം, അമ്മയല്ലേ പോയിട്ടുള്ളൂ, അച്ഛനില്ലേ. ഈ സമയത്ത് താൻ അച്ഛൻ്റെ അടുത്ത് പോയി നിന്നാൽ അച്ഛൻ അതൊരു ആശ്വാസമാവുന്ന എനിക്ക് തോന്നുന്നത്. അതിനാ ഞാൻ പരോളിന് ശ്രമിച്ചത്. പിന്നെ വേദയെ കണ്ടെത്താനുള്ള ശ്രമവും ഞാൻ നടത്തുന്നുണ്ട്. വിക്രം പറയും, കാര്യമില്ല സാർ, നിങ്ങൾ ആര് ശ്രമിച്ചാലും അവളെ കണ്ടെത്താൻ പറ്റില്ല സാർ. അവള് സ്വയം പതുങ്ങിയിരിക്കുന്നതാ. ഞാൻ പുറത്തിറങ്ങുന്ന ദിവസം അവള് വരും. എന്നോടൊപ്പം ജീവിക്കാനും ഞങ്ങളോട് ചെയ്തു കൂട്ടിയ ഓരോന്ന് എന്നോട് തോളോട് തോൾ ചേർന്ന് തിരിച്ചു നൽകാനും. അപ്പോ ആൻഡ്രൂ സാർ പറയും, അപ്പൊ ഇവിടുന്ന് പോയതിനേക്കാളും വേഗത്തിൽ തിരിച്ചു വരാനാണോ പരിപാടി? അപ്പൊ വിക്രം ചിരിച്ചിട്ട് പറയും, ഒരിക്കലുമില്ല സാർ. ഇനി വിക്രത്തിനും വേദയ്ക്കെതിരെ ഒരു തെളിവ് അവശേഷിക്കില്ല. സാർ എന്തായാലും പരോളിന് ശ്രമിക്കുക. ഞാൻ അച്ഛന്റെ കൂടെ കുറച്ചു ദിവസം നിൽക്കട്ടെ. ചിലപ്പോ ആ സമയം അവളും എന്നെ തേടിയെത്തും. സാറ് പേടിക്കാണ്ട്. പരോള് കാലത്ത് ഞാൻ ഒരു പ്രതികാരത്തിനും ഇറങ്ങി പുറപ്പെടില്ല. ഞാനെന്നാ എന്റെ പണി തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രമിന്റെ പണി ചെയ്യാൻ പോകും. ആൻഡ്രൂ സാറേ വിക്രമിനെ ഇങ്ങനെ നോക്കി ചിരിക്കാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തും സാബുവും കൂടെ ഇരുന്ന് മദ്യപിക്കാണ്. ശ്രീകാന്ത് ആരെയോ വിളിക്കുന്നുണ്ട്, എന്നാ കിട്ടുന്നില്ല. ആ ടെൻഷനിലാണ്. സാബുവിക്കും, എന്താ സാറേ പണി ഏൽപ്പിച്ചവന്മാർ ഒറ്റൊന്നും ഫോൺ എടുക്കുന്നില്ലടോ. സാറ് ടെൻഷൻ അടിക്കില്ലേ, നമുക്ക് നോക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ശ്രീകാന്ത് പറയും, 2-3 ദിവസമായി ഞാൻ ട്രൈ ചെയ്യുന്നു, ഒന്നില്ലെങ്കിൽ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ റിങ് ചെയ്താൽ എടുക്കില്ല. ഹോ, അപ്പൊ അവര് മനഃപൂർവ്വമാണല്ലോ സാറേ. ശ്രീകാന്ത് പറയും, അതല്ലേ ഞാൻ പറഞ്ഞത്. സാബു പറയും, ചിലപ്പോ ഇതിനേക്കാളും വലിയ മീൻ കുടുങ്ങി കാണും, അവന്മാരിപ്പോ അതിന് പിന്നാലെയാകും, അത് കഴിഞ്ഞാൽ വിളിച്ചോളൂ. ശ്രീകാന്തയ്ക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടപെട്ട് കാണോ? സാബുയ്ക്കും, ആര്? ശ്രീകാന്ത് പറയും, അച്ഛൻ. സാറിന്റെ അച്ഛനോ? ശ്രീകാന്ത് പറയും, അച്ഛനെ അത്രയ്ക്ക് നിസ്സാരമായി കാണണ്ട. അവളെങ്ങാണ് അച്ഛനെ വിളിക്കുകയോ സഹായം അഭ്യർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടാവോ? അങ്ങനെ അച്ഛന്റെ ഡൽഹി കണക്ഷനിലുള്ള ആരെങ്കിലും സംരക്ഷണം അവൾക്ക് കിട്ടിക്കാണും. എങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. സാബു പറയും, സാറിന് പേടിയാ കൂടും, അതുകൊണ്ടാണ് ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്. വേദയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ വിക്രമുമായിട്ട് സാറിന്റെ അച്ഛൻ അത് കൈമാറും. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ ഇപ്പൊ പത്തി താഴ്ത്തി നിൽക്കുന്ന വിക്രം വേറൊരാളാവും. ഇല്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അപ്പൊ ശ്രീകാന്ത് തോന്നും, ആ അത് ശരിയാണ്, എങ്കിൽ സാറ് ഒരെണ്ണം എടുത്ത് കഴിക്കി സമാധാനമായിട്ട്. എന്തായാലും വിക്രം ഒരു 10 കൊല്ലെങ്കിലും അതിനകത്ത് തന്നെ കിടക്കും. അപ്പഴേക്ക് കറക്കൊക്കെ കഴിഞ്ഞ് വേദം ഇങ്ങോട്ട് എത്തിക്കോളൂ. പേപ്പറൊക്കെ നമുക്ക് അപ്പ സൈൻ ചെയ്യിക്കാന്നേ. ഇനി അഥവാ വന്നില്ലെങ്കിലും ഈ കണ്ട സ്വത്ത് മുഴുവൻ കിട്ടാൻ പോകുന്നത് സാറിനല്ലേ. അങ്ങനെയല്ല സാബു, ആലോചിക്കും തോറും ഇതിനെന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പ്രശ്നം? ശ്രീകാന്ത് പറയും, ദില്ലിയിൽ അവളെ അന്വേഷിച്ചവരെ പെട്ടെന്നാണ് സൈലന്റ് ആയത്. ഒന്നെങ്കിൽ അവൾ ആരെയോ പേടിക്കുന്നു, അല്ലെങ്കിൽ തേടിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി കാണും. അങ്ങനെ ആരെങ്കിലും പേടിച്ചിട്ടാണ് അവൾ മാറി നിൽക്കുന്നതെങ്കിൽ അവൾ അത്രയും സുരക്ഷിതമായ കൈകളിലാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാരായിരിക്കും? സാബു പറയും, സാറിന് തോന്നുന്നതാ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അത് നമ്മൾ അറിയാതിരിക്കോ? അങ്ങനെയല്ല സാബു, ഒരു ഗഡ് ഫീൽ എന്ന് പറയില്ലേ, അങ്ങനെയൊന്ന്. എന്ത് ഗഡ് ഫീല്? ശ്രീകാന്ത് പറയും, ആ കുഞ്ഞ് പിറന്നു കഴിഞ്ഞു എന്നൊരു തോന്നല്. 7 കുഞ്ഞുങ്ങളിൽ നിന്നും 8ാമത്തെ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ആ കുഞ്ഞ് എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുമോ എന്നൊരു തോന്നൽ. പിന്നീട് കാണിക്കുന്നത് തരുൺ എന്തോ ബുക്ക് വായിക്കാട്ടോ. വെറും ബുക്ക് വായനയല്ല, കുഞ്ഞിനെ ഇങ്ങനെ ആട്ടിക്കൊണ്ടാണ്, അതായത് തൊട്ടിയിൽ ഇങ്ങനെ ഒരു കയർ വെച്ച് ആട്ടിക്കൊണ്ട് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോ കുഞ്ഞിനെ കിട്ടാത്ത വിഷമത്തിലാണ് വേദ. സേതുമ്മയുണ്ട് കൂടെ. മോള് ഇവിടെ നിന്നോ, ഞാൻ പോയി എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് വേദയെ അവിടെ പുറത്ത് നിർത്തിയിട്ടാണ് അമ്മ അകത്തേക്ക് വരുന്നത്. എന്താ അമ്മേ, കുഞ്ഞിനെ അവിടെ കിടത്താൻ? എവിടെ? വേദയുടെ മുറിയിലെ. തരുൺ ചോദിക്കും, അതെന്തിനാ? ഇതല്ലേ കുഞ്ഞിന്റെ മുറി. നീ എന്തൊക്കെയാ തരുണേ പറയുന്നത്? മോള് എണീറ്റ് കരഞ്ഞാലോ? തരുൺ പറയും, നേരത്തെ കരഞ്ഞപ്പോഴും ഞാനല്ലേ ഉറക്കിയത്. എന്റെ തരുണേ, അതുപോലെയാണോ രാത്രിയിൽ വിശന്ന് കരയുമ്പോ ഉണർന്ന് കരയുന്ന കുഞ്ഞ് അത് ആദ്യം തേടുന്നത് അതിന്റെ അമ്മയായിരിക്കും. തരുൺ പറയും, അതിനവൾക്ക് അമ്മയില്ലല്ലോ. ഇത് പുറത്തുനിന്ന് കേൾക്കുമ്പോ വേദയ്ക്ക് ആകെ ഒരു വിഷമം. മോനെ, ആ സ്ഥാനത്ത് ഇപ്പൊ ഒരാളില്ലേ? തരുൺ വയ്ക്കും, ആ സ്ഥാനത്തോ? അങ്ങനെയല്ല, കുഞ്ഞിനെ നോക്കുന്നതിനും പാല് കൊടുക്കുന്നതിനും വേണ്ടിയല്ലേ വേദയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ ഇങ്ങനെ എത്ര കാലം കുഞ്ഞിനെ തലോലിച്ച് ജോലിക്ക് പോകേണ്ടിരിക്കും? ഈ സമയത്ത് വേദയെ പോലെ ഒരാള് കുഞ്ഞിന്റെ അടുത്തുള്ളത് നല്ലതല്ലേ മോനെ? തരുൺ പറയും, ചില തീരുമാനങ്ങൾ അബദ്ധമായി പോയിന്നാ എനിക്കിപ്പോ സംശയം. എന്തായാലും കുറച്ചു കാലം കൂടെ കഴിഞ്ഞാലേ കുഞ്ഞിനെ കുപ്പിപ്പാല് കൊടുത്ത് ശീലിപ്പിക്കണം. വേദ ഇത് കേട്ട് കരയാട്ടോ. തരുൺ പറയും, തൽക്കാലം കുഞ്ഞിനെ അമ്മ കൊടുത്തോ. അമ്മ കുഞ്ഞിനെ എടുക്കുമ്പോ തന്നെ തരുൺ പറയും, അതെ, രാവിലെ നേരത്തെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തണം, ഉണരുമ്പോ എനിക്ക് അവളെ കാണണം. അമ്മ ഇങ്ങനെ തരുണിനെ നോക്കിയിട്ട് ആ കുഞ്ഞിനെ എടുത്ത് പോകുന്നത്. പിന്നെ ബുക്ക് വായിക്കാനുള്ള മൂടൊക്കെ പോയി വരുൺ അവിടെ ഇരിക്കട്ടോ. ഇതേ സമയം അമ്മ വേദയുടെ കയ്യിൽ കൊടുക്കാണ്. അകത്ത് വന്ന് കുഞ്ഞിനെ നോക്കിയിട്ട് വേദ പറയും, ക്ഷമിക്കും മോളെ, സോറി, കുറച്ചു കാലത്തേക്കും കൂടി അമ്മയോട് ക്ഷമിക്കും മോളെ. വേദ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മ ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ സേതു അമ്മ അവിടെ നിന്ന് പോകും. വേദ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും. ഉറങ്ങാണല്ലോ, വീണ്ടും തൊട്ടിൽ തന്നെ കിടത്തി ഉറക്കാട്ടോ. ഈ സമയം വേദ പഴയ കാര്യം ആലോചിക്കാട്ടോ. അതായത് വിക്രം വീട്ടിൽ ഒളിഞ്ഞു താമസിച്ച കാലത്തെ വേദയും വിക്രമും സംസാരിച്ചിരുന്ന ചില കാര്യങ്ങള്, ജീവിതത്തിൽ വരാനിരിക്കുന്ന രംഗം ആലോചിക്കായിരുന്നു. വേദയ്ക്കും ഇപ്പൊ എന്ത് രംഗാ മനസ്സിൽ വന്നത്? വിക്രം ഇങ്ങനെ പൊട്ടിച്ചിരിക്കും. എന്താ
വിക്രം പറയും പറയട്ടെ. ആ പറയുന്നേ. നമ്മുടെ കുഞ്ഞ് നിന്റെ വയറിൽ കിടന്ന് വലുതായി 9-ാം മാസത്തിൽ പ്രസവിക്കുന്നതിന് തൊട്ടു മുമ്പ് എന്ന് പറഞ്ഞ് വേദ ഇങ്ങനെ ഉരുക്കി കൈവച്ച് നടക്കുന്ന പോലെയൊക്കെ വിക്രം അഭിനയിച്ച് കാണിക്കുക. അങ്ങനെ നീ നടക്കുമ്പോ നിന്നെ എങ്ങനെ സഹായിക്കണം എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിലെ കുഞ്ഞ് ജനിച്ച് കുറേ കാലം കുഞ്ഞിനെ വളർത്തേണ്ട ഉത്തരവാദിത്വം മുഴുവൻ അമ്മയുടേതാണ് അല്ലേ വേദ? വേദ പറയും നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും സർവ്വചരാചരങ്ങളിലും അതങ്ങനെ തന്നെയാ, മനുഷ്യരിലും ജന്തുക്കളിലും എല്ലാം. ആ ശരിയാണല്ലോ, എന്താ അതിന് കാരണം? വേദ പറയും സിമ്പിൾ അല്ലേ, ഈ ലോകം പെണ്ണുങ്ങളുടെയാ. ഇത് നിലനിർത്തുന്നതും വരും തലമുറയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതും സ്ത്രീകളുടെ ഉത്തരവാദിത്ത. വിക്രം ചോദിക്കും അപ്പൊ ഞങ്ങളോ? വേദ പറയും നിങ്ങൾ വെറും ടൂൾസ്, സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യാൻ ദൈവം കണ്ടെത്തിയ വെറും ഉപകരണം. എന്താ ഹാപ്പി അല്ലേ? വിക്രം ചിരിക്കും. എന്താ ഓർക്കുന്നത്? ഞാൻ ഓർക്കായിരുന്നു, യുദ്ധം ചെയ്യാൻ രാജ്യം ഭരിക്കാനും വലിയ വലിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും പറ്റും, വലിയ വലിയ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. വേദയ്ക്കും എന്താ സ്ത്രീകൾക്ക് പറ്റില്ലേ? പറ്റും, പക്ഷേ ഞങ്ങൾ പുരുഷന്മാർക്കേ പെറ്റു വീഴുന്ന കുഞ്ഞിനെ കയ്യിൽ തന്നു കഴിഞ്ഞാ എങ്ങനെ എടുക്കണ്ടെന്ന് പോലും അറിയില്ല. ആ കുഞ്ഞിനെ പോലെ തന്നെ നിസ്സഹായനാവും ആ കുഞ്ഞിന്റെ അച്ഛൻ അല്ലേ? അപ്പൊ വേദ പറയും അങ്ങനെ അല്ലാത്ത പുരുഷന്മാരും ഉണ്ട്. ജനിച്ച ഉടനെ തന്നെ അമ്മമാര് മരിച്ചു പോകുന്ന കുട്ടികളില്ലേ, അതിനുശേഷം ആരുടെയെങ്കിലും കാരുണ്യത്തിൽ വളരും ചില കുട്ടികൾ. അവരെ അവരുടെ അച്ഛന്മാര് തന്നെ വളർത്തി വലുതാക്കും. അത്തരം കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയും അച്ഛൻ തന്നെയാവും. അങ്ങനെ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാ പ്രസവത്തോടെ ഞാൻ ഇല്ലാതായ നമ്മുടെ കുഞ്ഞിനെ അച്ഛനും അമ്മയും വിക്രം ആയിരിക്കോ? ഇത് കേൾക്കുന്നതും എന്ന് പറഞ്ഞ് വിക്രം വേദയുടെ വാ പൊത്തി വെക്കും, മുഴുവൻ പറയാൻ അനുവദിക്കാതെ. നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയും വരാൻ പോകുന്നതേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷകരമായ നിമിഷങ്ങളും ദിവസങ്ങളും ആയിരിക്കും, അതിനെപ്പോഴും നെഗറ്റീവ് ആക്കണ്ട എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങ് ചേർത്ത് പിടിക്കും. വേദ നമുക്കൊരു കുഞ്ഞു പറഞ്ഞാ അതൊരു പെൺകുട്ടിയായിരിക്കും. വേദയ്ക്കും അതെന്താ ഉറപ്പ്? അതങ്ങനെയാ. അങ്ങനെയാണെങ്കിൽ അവൾക്ക് എന്ത് പേരിടും? വേദ പറയും ജനിക്കുന്നതിന് മുമ്പേ കുഞ്ഞുങ്ങൾക്ക് പേര് കണ്ടുവെക്കരുത്, അവർക്ക് വേണ്ട ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും വാങ്ങിച്ചു വെക്കരുതെന്നും പറയും. നമുക്കിപ്പോഴേ ഒന്നും ആലോചിച്ച് വെൽക്കണ്ട കേട്ടോ വിക്രമാദിത്യ. അങ്ങനെ അവരിങ്ങനെ ചേർന്ന് സംസാരിച്ചതൊക്കെ വേദ ഇപ്പൊ ആലോചിക്കാട്ടോ. ശേഷം വേദ ആലോചിക്കും, നിന്റെ അച്ഛനോട് നിനക്ക് വേണ്ടി ഒന്നും കരുതി വെക്കേണ്ടെന്ന് പറഞ്ഞത് ഇങ്ങനെ ആയിത്തീരുന്നു കരുതിയില്ലല്ലോ മോളെ. ഒന്ന് കാണാൻ പോലും പറ്റാത്ത സ്ഥലത്തേക്ക് നിന്നെ കൊണ്ട് ഓടി വരേണ്ടി വരുന്നു, അന്ന് അമ്മ ഓർത്തതേ ഇല്ലല്ലോ മോളെ എന്ന് പറഞ്ഞ് താലിച്ചേനി മുറുകെ പിടിച്ചു നിൽക്കണേ വേദ. എന്നിട്ട് വിക്രം ബലമായി താലി കെട്ടിയതൊക്കെ ആലോചിക്കുക. എന്നിട്ട് പിന്നെ ഇവർ ഒളിവില് താമസിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇടുക്കിയിൽ പോയിട്ട്, അന്നത്തെ ചില കാര്യങ്ങൾ ആലോചിക്കാട്ടോ വേദ. ചില സംഭവങ്ങൾ ജീവിതത്തെ രണ്ടായി മുറിക്കും. ആദ്യ പാതിയിലെ ആളെ ആവില്ല രണ്ടാമത്തേതിൽ. ചെറുപ്പത്തിലെ അച്ഛനൊരു കഥ പറഞ്ഞു തരായിരുന്നു, ഒരു കാട്ടാളൻ മഹാകവിയായ കഥ. വേദാറിയും രത്നാകരൻ വാഗ്മീകിയായ കഥയല്ലേ? നാരദ മഹർഷിയുടെ ഒറ്റ ചോദ്യം കൊണ്ടാ കാട്ടാളൻ കവിയായി മാറിയത്. അതുപോലെ എന്റെ ജീവിതത്തെയും രണ്ടായി തിരിച്ചത് ഒരൊറ്റ സംഭവം. വേദയുടെ താലി പിടിച്ചിട്ട് പറയും നിന്റെ കഴുത്തിൽ ചാർത്തിയ ഈ താലി. വേദ പറയും കഥയിലെ കാട്ടാളൻ കവിയായപ്പോ ജീവിതത്തിലെ കാട്ടാളൻ കാമുകനായല്ലേ? വിക്രം പറയും ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതും ആലോചിച്ച് വേദ ചിന്തിക്കും, നമ്മുടെ ജീവിതം രണ്ടായിട്ടല്ല പലതായിട്ടാ മുറിഞ്ഞു പോയത്. എങ്കിലും ഞാൻ കാത്തിരിക്കാണ് വിക്രം, നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ വരുന്നവരുടെ കൊലക്കത്തിയിൽ നിന്നും രക്ഷപ്പെട്ടു എനിക്കിപ്പോ ഈ ഒരു വഴി തെരഞ്ഞെടുക്കാനേ അന്ന് തോന്നിയുള്ളൂ. വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ എന്തൊക്കെ സഹിച്ചും ഞാനിത് തുടരും. അതോടൊപ്പം ഈ ജീവിതം കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് നീങ്ങുമെന്നും എനിക്ക് ഭയമുണ്ട്. നമ്മുടെ മകൾക്ക് കാവലായിട്ട് ഇപ്പോൾ ഉള്ളത് ഏറ്റവും സ്നേഹമുള്ള ഒരു അമ്മയും മകനുമാണ്. പക്ഷെ ആ മകന്റെ കാവൽ നമ്മുടെ മകളെയും നമ്മുടെ ജീവിതത്തെയും ബാധിക്കുമോ വിക്രം? നമ്മുടെ മോളോടുള്ള അയാളുടെ ഭ്രാന്തമായ വാത്സല്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും അവളെ അകറ്റുവോ? തൽക്കാലത്തേക്ക് രക്ഷകനായി വന്നവൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശിക്ഷകനായി മാറുമോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷനോടെ വേദയിരിക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് നല്ല മഴയുള്ള ഒരു ദിവസാട്ടോ. അവിടെ വിക്രം ജയിലിൽ ഇങ്ങനെ കിടക്കുക. എന്നാ ഒരു കള്ളച്ചിരി വിക്രമിന്റെ മുഖത്തുണ്ട്. വേദ മഴ കൊണ്ട് ആ രാത്രി അവിടെ നിന്നതൊക്കെ ആലോചിക്കുക. പിന്നീടുണ്ടായ ഓരോ കാര്യങ്ങളും വിക്രം ആലോചിക്കുക കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് പാർട്ടിലെ ആ ഒരു സോങ്ങോട് കൂടിയാണ് ആ ഭാഗങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ ഭാഗം ഇവിടെ കഴിയുന്നത്. അപ്പൊ നെക്സ്റ്റ് പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്